നമസ്കാരം. ഇന്ന് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എൻ്റെ യൂട്യൂബ് ചാനൽ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഹെഡ്ലൈൻ ആദ്യം തന്നെ പറയാം. കേരള വേസ്റ്റ് ഡിസ്പോസൽ ഇൻ തമിഴ്നാടു അറ്റ് കന്യാകുമാരി, തിരുനെൽവേലി, കോയമ്പത്തൂർ ഡിസ്ട്രിക്ട്സ്. അതായത് കേരളത്തിലെ വേസ്റ്റുകൾ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു എന്നതാണ്. വിവിധ തമിഴ്നാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിലവർ ഓരോരുത്തരും വളരെ വ്യക്തമായിട്ട് അക്കമിട്ടാണ് നികത്തുന്നത്. തമിഴ്നാട് ഗവൺമെൻറ് ഇതിനെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് വേസ്റ്റുകൾ എന്നൊക്കെ അവർ പറയുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ കോഴി ആൻഡ് ഇറച്ചി തുടങ്ങിയ വേസ്റ്റുകൾ, പിന്നെ ആശുപത്രി വേസ്റ്റുകൾ, അതല്ലാതെയുള്ള ഡിസ്പോസിബിൾ ആകാത്ത കുറേ വേസ്റ്റുകളുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഈ പറയുന്ന 3 ജില്ലകളിലാണ് ഇവർ വന്ന് നിക്ഷേപിച്ചേച്ച് പോകുന്നത് എന്നാണ് യൂട്യൂബർമാർ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രത്യേകം ജില്ലകളും പറയുന്നുണ്ട്. ഈ ബോർഡർ സംസ്ഥാന അതിർത്തി പങ്കിടുന്ന ജില്ലകളാണ് തിരുനെൽവേലി ജില്ല ആൻഡ് തെങ്കാശി ജില്ല ആൻഡ് കന്യാകുമാരി ജില്ല, പിന്നെ കോയമ്പത്തൂർ ജില്ല. ഈ 4 ജില്ലകളാണ്. മറ്റൊരു കാര്യം കൂടി അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് മലയാളികൾ അങ്ങേയറ്റം അവകാശപ്പെടുകയും അഭിമാനിക്കുകയും ചെയ്യുന്നത് സന്തോഷമുള്ള കാര്യമാണ്. കേരളത്തിലേക്ക് പോകാൻ നമുക്കും സന്തോഷം തോന്നുന്നുണ്ട്. വിനോദയാത്രയാണേലും എന്താണെങ്കിലും കേരളത്തിലേക്ക് പോകാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ അവരുടെ വേസ്റ്റുകൾ അവർ മറ്റൊരാളുടെ പറമ്പിൽ കൊണ്ട് തട്ടിവെച്ച് പോകുന്നത് ശരിയാണോ? ഇതെവിടുത്തെ നിയമമാണ് എന്നൊക്കെയാണ് യൂട്യൂബർമാർ ചോദിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഏതാണ്ട് 200 ലോഡ് വേസ്റ്റ് കൊണ്ട് തട്ടിയതായിട്ടാണ് ഈ പറയുന്ന 3-4 ജില്ലകളിലായിട്ട് ഇവർ പോയി ഡിസ്പോസ് ചെയ്തിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ. നമ്മളാരും കണ്ടിട്ടില്ല. യൂട്യൂബർമാർ പറയുന്ന കേട്ടുള്ളൊരു അറിവേ ഉള്ളൂ. അവർ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഈ പ്രവണത രായ്ക്ക് രാമായണം തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നോ, തമിഴ്നാടും കർണാടകയാണല്ലോ കേരളത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, അവരിവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഒന്നാമത് കൊണ്ടുവരാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അവിടുത്തെ നിയമം, അവിടുത്തെ പോലീസ് അതിനെ അനുവദിക്കുമോ? അങ്ങനെ നമുക്ക് അവിടെ കൊണ്ട് തട്ടിയിട്ട് അവിടെ നിന്ന് രായ്ക്ക് രാമായണം കടന്നു പോരാൻ പറ്റുമോ? ആ സംസ്ഥാനത്ത് നിന്ന് കേരളത്തിൽ നമുക്ക് വാഹനമായിട്ട് കടന്നു പോരാൻ പറ്റുമോ? ഇതൊന്നും അവിടെ നടക്കുകയില്ല, അവർ അനുവദിക്കത്തില്ല. എന്നിരിക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ഇത്തരം വേസ്റ്റുകൾ, അതായത് അവർ വ്യക്തമായിട്ട് പറയുന്നത് റീജിയണൽ ക്യാൻസർ സെൻ്റർ ട്രിവാൻഡ്രത്തെ അതിൻ്റെയൊക്കെ വേസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. ചിക്കൻ്റെ, ഇറച്ചിയുടെ, പിന്നെ ഹോട്ടൽ വേസ്റ്റുകൾ തന്നെ ഒരുവിധം ഡിസ്പോസ് ചെയ്യാനാവാത്ത വേസ്റ്റുകളുണ്ടല്ലോ. അത് അല്ലാതെയുള്ള കുറേ വേസ്റ്റുകളുണ്ടല്ലോ. നമ്മുടെ ഈ വീടുകളിൽ സ്ത്രീകൾ വന്ന് എടുക്കാത്ത കുറേ വേസ്റ്റുകളുണ്ടല്ലോ. അത്തരം ഐറ്റങ്ങൾ ഒക്കെ തമിഴ്നാട്ടിലാണ് ഈ പറയുന്ന 3-4 ജില്ലകളിലാണ് കൊണ്ട് തട്ടിയേച്ച് പോകുന്നത് എന്ന് പറയുന്നത്. പക്ഷേ അത് കേട്ടിടത്തോളം അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രത്തോളം അതിനകത്ത് ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എൻ്റെ വീട്ടിലെ വേസ്റ്റ് എൻ്റെ പറമ്പിൽ ഞാൻ ഡിസ്പോസ് ചെയ്യണം, അല്ലാതെ മറ്റുള്ളവർ പറമ്പിൽ കൊണ്ട് തട്ടുന്നത് ശരിയായ നടപടിയല്ല. ഇത് സത്യം തന്നെയാണോ നമുക്കറിയില്ല കേട്ടോ. അറിയാതെ നമുക്ക് അതിനെപ്പറ്റി ആഭ്യന്തരമായ ഒരു അഭിപ്രായം പറയാനാകില്ല. ഇത് പറയേണ്ടി വന്നത് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റോ എന്ത് തന്നെയാണെങ്കിൽ ഇപ്പം നമുക്ക് പരസ്യമായിട്ട് വഴിയിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യാനാവാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഐറ്റംസിൽ എന്ത് വേസ്റ്റ് തന്നെയാണെങ്കിലും. കാരണം നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ
ഒരു ഭീമമായ തുക നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വരും. അത്രയ്ക്കും കർക്കശമായ നിയമങ്ങളുള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മൾ നമ്മുടെ വേസ്റ്റുകൾ മറ്റൊരു പറമ്പിലോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തോ കൊണ്ട് ഡിസ്പോസ് ചെയ്യുന്നത് ശരിയായ നടപടിയാണോ കീഴ്വഴക്കമാണോ എന്ന് എനിക്കറിയില്ല. ഇത് കാണുന്ന യൂട്യൂബ് പ്രേക്ഷകർ അല്ലെങ്കിൽ എൻ്റെ ചാനൽ പരിപാടി കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കേണ്ടതാണ്. ഇതിനെപ്പറ്റി ഞാൻ കാര്യമായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ സംഭവം അവിടെ തമിഴ്നാട്ടിൽ വളരെ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് നമ്മുടെ ഒരു ചങ്ങാതി എന്നെ വിളിച്ചറിയിച്ചത്. അവൻ പറഞ്ഞ അടിസ്ഥാനത്തിലാണ് ഞാനത് ആ ചാനലുകളെല്ലാം സെർച്ച് ചെയ്ത് ആ വീഡിയോ കളക്ട് ചെയ്ത് എനിക്ക് കാണാനിടയായത്. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിടത്തോളം കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. സംഭവം സത്യമാണെന്നാണ് ഞാനത് വിശ്വസിക്കുന്നത്. കാരണം അവൻ അക്കമിട്ട് നികത്തി പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകുന്നില്ല. എങ്കിലും ആശയം ഇത് തന്നെയാണെന്ന് എനിക്ക് വ്യക്തമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനിവിടെ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇതിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പ്രേക്ഷകർ അറിയിക്കുക. നന്ദി, നമസ്കാരം. ഇതിനെപ്പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് സത്യമാണെങ്കിൽ ആ തെറ്റിൽ ഞാനും ഉൾപ്പെടുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മളെല്ലാവരും ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ നമുക്കതിനെപ്പറ്റി ആധികാരികമായ ഒന്നും പറയാനാവില്ല. അതുകൊണ്ടാണ് എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഇതിനെപ്പറ്റി ഒന്നും പറയാനായിട്ട് എനിക്കൊന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ വിലയേറിയ അഭിപ്രായം കാഴ്ചക്കാരായ നിങ്ങളുടെ പക്കലിലേക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു. തീർച്ചയായിട്ടും അറിയിക്കുക. നന്ദി, നമസ്കാരം.